ജന്മഭൂമിയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി കേരളം നേരിടുന്ന ഏറ്റവും മാരകമായിട്ടുള്ള ഒരു വിപത്തിനെതിരായി നമ്മുടെ പൊതുജീവിതത്തെ തന്നെ സമൂഹ ജീവിതത്തെ തന്നെ തകിടം മറിക്കുന്ന ലഹരിക്കെതിരായി സംഘടിപ്പിച്ചിട്ടുള്ള ഈ ജാഗ്രതാ യാത്രയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടക്കുന്ന ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ഡോക്ടർ ജയരാജ് അവർകൾ, ഇവിടെ ഈ യാത്രയുടെ ഉദ്ഘാടന സമ്മേളനത്തിലെ മുഖ്യ പ്രഭാഷണം നിർവഹിച്ച ബഹുമാനിയായ മുൻ DGP ശ്രീലേഖ IPS അവർകൾ, MGM ട്രസ്റ്റിന്റെ പ്രസിഡന്റും നമ്മുടെ ഈ പ്രദേശത്തെ ആദരണീയനായിട്ടുള്ള വ്യക്തിത്വത്തിന്റെ ഉടമയുമായിട്ടുള്ള ശ്രീ PK സുകുമാരൻ സാർ, വർക്കല DYSP ശ്രീ ഗോപകുമാർ അവർകൾ, ശ്രീനാരായണ കോളേജിന്റെ മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ ജയപ്രകാശ് അവർകൾ, CMI ഫാദർ ജോയ് മാത്യു CMI, ശ്രീ വർക്കല ഗോപാലകൃഷ്ണൻ അവർകൾ, ജന്മഭൂമിയുടെ ഡയറക്ടർ ശ്രീ ജയചന്ദ്രൻ, BJPയുടെ നോർത്ത് ജില്ലാ പ്രസിഡന്റ് ശ്രീ രജികുമാർ, സാമൂഹ്യ പ്രവർത്തകനായിട്ടുള്ള ശ്രീ ഷോണി, വർക്കല സജീവ്, വർക്കല പാസഞ്ചേഴ്സ് അസോസിയേഷൻ ചെയർമാൻ ശ്രീ പ്രസന്നകുമാർ, MGMലെ ഹെഡ് ബോയ് അതോടൊപ്പം മൻ കി ബാത്ത് സീസൺ 4 വിജയിയായ മുഹമ്മദ് ഷിഫാൻ, ഹെഡ് ഗേൾ ആയിട്ടുള്ള അൻഷ ശേഖർ, സ്വാഗതം ആശംസിച്ച സജു PM, വേദിയിലും സദസ്സിലുമുള്ള മറ്റ് ബഹുമാന്യരെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ജന്മഭൂമി ദിനപത്രം മലയാളികളെ സംബന്ധിച്ചിടത്തോളം സത്യത്തിന്റെ നേർക്കാഴ്ച നമുക്ക് ഓരോ ദിവസവും നമ്മളിലേക്ക് എത്തിക്കുന്ന മാധ്യമ ധർമ്മം നിറവേറ്റുന്ന പത്രമാണ്. കേരളത്തിലെ സാധാരണക്കാർ പലപ്പോഴും വിവിധ വിഷയങ്ങളെ സംബന്ധിച്ച് ആ വിഷയങ്ങൾ വിവിധ മാധ്യമങ്ങളിൽ വ്യത്യസ്ത രീതികളിൽ ചിത്രീകരിക്കപ്പെടുമ്പോൾ വസ്തുതാപരമായി സത്യസന്ധത പുലർത്തിക്കൊണ്ട് നാടിന്റെ താൽപര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ നാടിന്റെ സംസ്കാരത്തോടും ചരിത്രത്തോടും പ്രതിബദ്ധത പുലർത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന മാധ്യമ പ്രവർത്തനമാണ് ജന്മഭൂമി കഴിഞ്ഞ 5 പതിറ്റാണ്ട് കാലമായിട്ട് കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് സ്വാഭാവികമായും ജന്മഭൂമി 50 വർഷം പൂർത്തിയാക്കുമ്പോൾ അതൊരു കേവലം ആഘോഷമായിട്ട് നടത്തുന്നതിന് പകരം ജന്മഭൂമി 50 വർഷമായി എന്നുള്ള ആഘോഷം നടത്തുന്നതിന് പകരം സമൂഹം നേരിടുന്ന ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനുള്ള ചുമതലയുള്ള ജനാധിപത്യത്തിന്റെ 5ാമത്തെ തൂണ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മാധ്യമപ്രവർത്തനം, ആ മാധ്യമപ്രവർത്തനം എന്നുള്ള നിലയിൽ ജന്മഭൂമി ആ ചുമതല ഏറ്റെടുത്തുകൊണ്ടാണ് ഇന്ന് കേരളീയ സമൂഹം നേരിടുന്ന ഏറ്റവും ഗുരുതരമായിട്ടുള്ള വിപത്തുകളിൽ ഒന്നായിട്ടുള്ള മയക്കുമരുന്നിനെതിരായിട്ട് അഥവാ ലഹരിക്കെതിരായിട്ട് ഈ തരത്തിലുള്ള ഒരു ജാഗ്രതാ യാത്ര നടത്താൻ തീരുമാനിച്ചത്. ആ യാത്രയുടെ ഭാഗമാകാൻ എന്നെ നിയോഗിച്ച ജന്മഭൂമിയുടെ സംഘാടകരോട് ആദ്യമായിട്ട് ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ യാത്രയുടെ ഉദ്ഘാടനം, ഔപചാരികമായിട്ടുള്ള തുടക്കം
ശ്രീനാരായണ ഗുരുദേവന്റെ സമാധി സ്ഥാനമായിട്ടുള്ള ശിവഗിരിയിൽ ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റിന്റെ ബഹുമാന്യനായിട്ടുള്ള അധ്യക്ഷൻ ശ്രീമദ് സച്ചിദാനന്ദ സ്വാമികളും ജനറൽ സെക്രട്ടറി ശ്രീമദ് ശുഭാംഗാനന്ദ സ്വാമികളും ചേർന്ന് സംയുക്തമായി നിർവഹിച്ച് ഇതിനുശേഷമാണ് ഈ സമ്മേളനത്തിലേക്ക് നമ്മളെല്ലാവരും എത്തിച്ചേർന്നിട്ടുള്ളത്. ഗുരുദേവന്റെ ചൈതന്യം നിലനിൽക്കുന്ന ശിവഗിരിയിൽ നിന്ന് ഈ യാത്രയുടെ തുടക്കം കുറിക്കാനെടുത്ത തീരുമാനം ഏറ്റവും സ്വാഗതാർഹമായിട്ടുള്ള ഉചിതമായിട്ടുള്ള തീരുമാനമാണ്. കാരണം ലഹരിക്കെതിരായിട്ട് ഒരുപക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ തരത്തിൽ വലിയൊരു വിപത്തായി മാറിയിട്ടുള്ള ലഹരി, ആ ലഹരിയെക്കുറിച്ച് ഒരുപക്ഷെ നമ്മുടെ സാമൂഹ്യ പരിഷ്കർത്താക്കളും സമൂഹത്തിലെ സാമൂഹ്യ നേതാക്കന്മാരുമൊക്കെ നമ്മുടെ ഇടയിൽ പ്രചരണം നടത്തുന്നതിന് മുൻപ് തന്നെ ഈ ഒരു ആശയം മുന്നോട്ട് വെച്ചുകൊണ്ട് അതിന് തുടക്കം കുറിച്ച മഹത് വ്യക്തിയാണ് ഗുരുദേവൻ. ഗുരുദേവൻ പലപ്പോഴും പലരും വിശേഷിപ്പിക്കുന്നത് ഗുരുദേവൻ കള്ള് ചെത്തരുത്, മദ്യം വിഷമാണ് എന്നൊക്കെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നാണ്. ഗുരുദേവൻ മദ്യം എന്നുള്ള വാക്കിന്റെ അർത്ഥം, ഗുരുദേവന്റെ കൃതികൾ, ആ കൃതികളെ വിശകലനം ചെയ്തിട്ടുള്ള ആളുകളൊക്കെ പറഞ്ഞിട്ടുള്ളത് ബുദ്ധിയെ വികലമാക്കുന്നതിനെയാണ് മദ്യം എന്ന് വിശേഷിപ്പിക്കേണ്ടത് എന്നാണ്. അപ്പൊ ബുദ്ധിയെ വികലമാക്കുന്നത് എന്ത് വസ്തുവാണെങ്കിലും അതിന്ന് മയക്കുമരുന്നിന്റെ രൂപത്തിൽ നമ്മുടെ മുന്നിലുണ്ട്. ഒരുപക്ഷെ അന്നത്തെ കാലത്ത് ഗുരുദേവൻ മദ്യം എന്നുള്ളത് കേവലം തെങ്ങിൽ നിന്ന് ചെത്തിയെടുക്കുന്ന കള്ളിനെ മാത്രമായിട്ട് പരിമിതപ്പെടുത്താൻ ഗുരുദേവൻ തയ്യാറായിരുന്നില്ല. പകരം ബുദ്ധിയെ വികലമാക്കുന്നതെല്ലാം ആ മദ്യം എന്നുള്ള നിർവചനത്തിൽ, മദ്യം എന്നുള്ള വാക്കിന്റെ നിർവചനത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ് എന്ന് നിഷ്കർഷിച്ചിരുന്ന ആളായിരുന്നു, അങ്ങനെയുള്ളൊരു വ്യക്തിയായിരുന്നു ഗുരുദേവൻ. നമ്മുടെ ജീവിതത്തിൽ പാലിക്കേണ്ട നിയന്ത്രണങ്ങൾ, ജീവിതത്തിൽ പാലിക്കേണ്ട നിയമങ്ങൾ, ജീവിതം എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് നമ്മുടെ പൂർവികന്മാർ പറഞ്ഞിട്ടുള്ള യമനിയമങ്ങൾ. യമം എന്ന് പറയുന്നത് നിയന്ത്രണങ്ങളാണ്. നിയമം എന്ന് പറയുന്നത് നമ്മൾ പാലിക്കേണ്ട രീതികളാണ്, അതിന്റെ തയ്യാറെടുപ്പുകളാണ്. ഒരർത്ഥത്തിൽ ഡൂസ് ആൻഡ് ഡോൺട്സ് എന്ന് ഇംഗ്ലീഷിൽ പറയാം. യമം എന്ന് പറയുന്നത് ഡോൺട്സ് ആണെങ്കിൽ നിയമം എന്ന് പറയുന്നത് ഡൂസ് ആണ്. ആ ഡൂസ് ആൻഡ് ഡോൺട്സിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് ഗുരുദേവൻ സൂചിപ്പിച്ചു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഗുരുദേവൻ സൂചിപ്പിച്ച ശുദ്ധി പഞ്ചകവും ധർമ്മപഞ്ചകവും, 5 ധർമ്മങ്ങൾ, ഓരോ മനുഷ്യനും പാലിക്കേണ്ട ധർമ്മങ്ങൾ, ആ ധർമ്മങ്ങൾ യമനിയമങ്ങളിലെ യമങ്ങളായിട്ടുള്ള 5 ചര്യകൾ, നിയന്ത്രണങ്ങളിൽ പെടുന്നതാണ്. അഹിംസ, സത്യം, അസ്തേയം, അപരിഗ്രഹം, ബ്രഹ്മചര്യം. ഈ 5 നിയന്ത്രണങ്ങൾ, 5 യമങ്ങൾ ഓരോ വ്യക്തിയും പാലിക്കേണ്ടതാണ് എന്നുള്ളതിൽ ഗുരുദേവൻ അപരിഗ്രഹത്തെ ഗുരുദേവൻ വ്യാഖ്യാനിച്ചത് മദ്യത്തിന്റെ ഉപഭോഗം, മദ്യവർജനം എന്നുള്ളതുമായിട്ടാണ്. അപരിഗ്രഹം എന്നുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിൽ, ഈ കാലഘട്ടത്തിൽ അപരിഗ്രഹത്തിന്റെ അർത്ഥം
അത് പ്രാവർത്തികമാകുന്നത് മദ്യവർജനത്തിലൂടെയാണ്, അഥവാ ലഹരിയെ വർജിക്കുന്നതിലൂടെയാണ് എന്ന ഗുരുദേവന്റെ തത്വങ്ങൾ, അതോടൊപ്പം ഓരോ വ്യക്തിയും പാലിക്കേണ്ട ശുദ്ധി പഞ്ചകം, പഞ്ചശുദ്ധികൾ, ആ ശുദ്ധികളിൽ ശരീരത്തിന്റെയും മനസ്സിന്റെയും വാക്കിന്റെയും ഇന്ദ്രിയങ്ങളുടെയും സ്വവസതിയുടെയും ഗ്രഹത്തിന്റെയും ശരീരശുദ്ധി, വാക്ശുദ്ധി, മനഃശുദ്ധി, ഇന്ദ്രിയശുദ്ധി, ഗ്രഹശുദ്ധി. ഗുരുദേവൻ പറഞ്ഞു, ലഹരി ഉപയോഗിക്കുന്നവനെ, ആ ലഹരി ഉപയോഗിക്കുന്നവനെ നാറും. നമ്മളെല്ലാവരും അനുഭവിക്കുന്നതാണ്. ലഹരി, മദ്യം എന്ന് പറഞ്ഞാൽ ബുദ്ധിയുടെ വൈകല്യമാണ്. നമ്മളെല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഓരോ ദിവസത്തെയും പത്രങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, വായിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം മകന്റെ ശരീരത്തിൽ കെട്ടിവെച്ച് മയക്കുമരുന്ന് കടത്താൻ ഒരച്ഛൻ തയ്യാറാകുന്നു എന്ന് പറയുമ്പോൾ അതിനേക്കാൾ ബുദ്ധി വികലമാകുന്നതിന് വേറെ ലക്ഷണമില്ല. ബുദ്ധി വികലമാകുന്നതിന്റെ ലക്ഷണമല്ലെങ്കിൽ സ്വന്തം മകനെ ഈ തരത്തിൽ മയക്കുമരുന്നിന്റെ കടത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാഹചര്യം, ആ സാഹചര്യം ഉണ്ടാകില്ല. അപ്പൊ അത്തരത്തിൽ ഈ വിപത്തിനെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇതിനെതിരായിട്ടുള്ള സമൂഹത്തെ ജാഗരൂകരാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം, ആ ശ്രമം നടത്തിയ ഗുരുദേവ തൃപ്പാദങ്ങളുടെ ചൈതന്യം നിലനിൽക്കുന്ന ശിവഗിരിയിൽ നിന്ന് ഈ യാത്ര ആരംഭിക്കാനെടുത്ത തീരുമാനവും കേരളത്തിൽ ഉണ്ടാകേണ്ട ലഹരിക്കെതിരായിട്ടുള്ള ജാഗ്രതയുടെ, സമൂഹത്തെ കാർന്നു തിന്നുന്ന വിപത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിന്റെ, ആ പോരാട്ടത്തിന്റെ തുടക്കം കേരളത്തിലെ നിരവധി അനാചാരങ്ങളും കേരളത്തിലെ നിരവധി തെറ്റായിട്ടുള്ള പ്രവണതകൾക്കും എതിരായിട്ട് ശബ്ദമുയർത്തിയ, ഭൗതിക ശരീരം നിലനിന്നിരുന്ന കാലത്ത് അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ഗുരുദേവന്റെ സമാധിസ്ഥാനത്ത് നിന്ന് തുടങ്ങുന്നു എന്നുള്ളത്, ഈ പരിശ്രമം കേവലം ഔപചാരികതയല്ല, ഈ പരിശ്രമം കേവലം ഒരു യാത്രയിൽ സമാപിക്കുന്നതല്ല, പകരം ഈ പരിശ്രമം കേരളീയ ജീവിതത്തിൽ മുഴുവൻ എല്ലാവരെയും സ്വാധീനിക്കുന്ന തരത്തിൽ എത്തിക്കേണ്ടതാണ് എന്നുള്ള സന്ദേശമാണ് നൽകുന്നത്. മയക്കുമരുന്നിന്റെ ഉപഭോഗത്തിന്റെ വിപത്തുകളെ സംബന്ധിച്ച്, അതുണ്ടാക്കുന്ന അപകടങ്ങളെ സംബന്ധിച്ച് ബഹുമാനിയായിട്ടുള്ള ശ്രീലേഖ IPS മാഡം ഇവിടെ സൂചിപ്പിച്ചു. ഇവിടെ സംസാരിക്കാൻ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള മറ്റ് നിരവധി വിശിഷ്ട വ്യക്തികൾ, അവരെല്ലാവരും അതിനെക്കുറിച്ച് സംസാരിക്കുമെന്നുള്ളതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമേ പറയാനുള്ളൂ. ഇവിടെ സൂചിപ്പിച്ചു നമ്മുടെ വീടുകളിൽ അമ്മമാർക്ക് ഇതിലുള്ള പങ്കിനെക്കുറിച്ച്. പലപ്പോഴും നമ്മുടെ കുട്ടികൾ അറിയാതെ ചെന്നുപെടുന്ന ഒരാപത്താണ് ഈ ലഹരി. അവരാരും ലഹരി ഉപയോഗിക്കാൻ തുടങ്ങുന്നത് ഒരു ദിവസം സുപ്രഭാതത്തിൽ തുടങ്ങുകയല്ല. അവരെ ആരംഭഘട്ടത്തിൽ അവരെ ലഹരിയുടെ വിപണന ശൃംഖലയുടെ ഭാഗമാക്കുക എന്നുള്ളതാണ് ഈ ലഹരിയുടെ ആസൂത്രകർ ചെയ്യുന്നത്. അങ്ങനെ ആ ശൃംഖലയുടെ ഭാഗമാക്കുന്നതിന് ഉപയോഗിക്കുന്ന മാർഗം എളുപ്പത്തിൽ പണം സമ്പാദിക്കാനുള്ള മാർഗം എന്നുള്ള നിലയിലാണ്. നമ്മുടെ എല്ലാവരുടെയും വീടുകളിലെ കുട്ടികള് സ്കൂളിൽ പോകുമ്പോൾ അവന് വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും വാങ്ങിക്കൊടുക്കുന്നത് 3 or 4 ഷർട്ടോ പാൻസോ ആണെങ്കിൽ
ഞാൻ കോളേജിൽ പഠിച്ചിരുന്ന കാലം വരെ എനിക്ക് 3 ഷർട്ടും പാൻസേ ഉണ്ടായിരുന്നു, 3 ഷർട്ടും മുണ്ടും ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത്ര ആയിരിക്കില്ല, എനിക്കറിയാം. കൂടുതലുണ്ടാവും അല്ലേ ഷിഫാൻ? പാൻസ് കൂടുതലുണ്ടാവുമല്ലോ ഷർട്ടുകൾക്ക്. 3-4 ആയിരുന്നു പണ്ടത്തെ. ഇപ്പൊ അതിന്റെ ഇപ്പോഴത്തെ ഡെഫിനിഷൻ എത്രയാണോ അതിനേക്കാൾ കുറച്ചുകൂടി കൂടുതൽ വേണം എന്ന് ഏത് കുട്ടിയും ആഗ്രഹിക്കും. അപ്പൊ അത് കിട്ടാനുള്ള വഴി എന്താ? അപ്പൊ ആരെങ്കിലും ഒരാൾ ഓഫർ ചെയ്യുന്നിരിക്കട്ടെ, നീ പൊതി ഇന്ന സ്ഥലത്ത് നിന്ന് വാങ്ങി അടുത്ത സ്ഥലത്ത് കൊടുത്തു കഴിഞ്ഞാൽ നിനക്ക് ഒരു ജീൻസ് തരാം, അല്ലെങ്കിൽ 2000 രൂപ തരാം. ഈ പണത്തിന്റെ താല്പര്യത്തിലാണ് കുട്ടികൾ പലപ്പോഴും ഈ ലഹരിക്കടത്തിന്റെ ഭാഗമാകുന്നത്. കാരണം ഇന്ന് സമൂഹത്തിൽ അറിവുള്ളവന് ആദരവ് ലഭിക്കുന്നതിന് പകരം പണമുള്ളവന് ആദരവ് ലഭിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. പണ്ടത്തെ കാലത്ത് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ബഹുമാനിച്ചിരുന്നത് അറിവുള്ളവനെയാണ്. പണമുള്ളവനുണ്ട്, ആവശ്യത്തിന് അവനെ കാണും, പക്ഷെ ബഹുമാനിച്ചിരുന്നത് അറിവുള്ളവനെയാണ്. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ എന്റെ കുട്ടിക്കാലത്ത് തലശ്ശേരിയിലാണ് ജനിച്ചു വളർന്നത്. ആ കാലത്ത് ഞങ്ങളുടെ ഗ്രാമത്തിൽ ഏറ്റവും ബഹുമാന്യനായിട്ടുള്ള വ്യക്തി, അദ്ദേഹം ജോലി ചെയ്തിരുന്നത് കൃഷിപ്പണിക്കാരനായിരുന്നു. മേൽമുണ്ട് അദ്ദേഹം അല്ലെങ്കിൽ മുകളിലത്തെ വസ്ത്രം ധരിച്ചിരുന്നത് ഏതെങ്കിലും ഒരു ഔപചാരികമായിട്ടുള്ള ചടങ്ങുകൾ വരുമ്പോൾ മാത്രമാണ്. അല്ലെങ്കിൽ അദ്ദേഹം മുകളിൽ ശരീരത്തിന്റെ മുകൾ ഭാഗം കവർ ചെയ്യാത്ത, മറക്കാത്ത ഒരു ജീവിത വസ്ത്രധാരണ ശൈലിയായിരുന്നു. പക്ഷെ ഏറ്റവും ബഹുമാനനായിട്ടുള്ള വ്യക്തിയായിരുന്നു. ഏറ്റവും കൂടുതൽ വസ്ത്രമുള്ളവനെ അല്ല ബഹുമാനിച്ചിരുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ സമൂഹത്തിൽ അറിവുള്ളവനെ ബഹുമാനിക്കുന്ന സാഹചര്യത്തിന് പകരം ഇന്ന് സമ്പത്തുള്ളവനെ ബഹുമാനിക്കുന്ന, പണമുള്ളവനെ ബഹുമാനിക്കുന്ന, അവൻ അറിവില്ലെങ്കിൽ പോലും അവനെ ബഹുമാനിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ മാറുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ കുട്ടികൾക്കും തോന്നുന്നത് 5 ഡ്രസ്സുള്ളവനേക്കാൾ 10 ഡ്രസ്സുള്ളവന് അവൻ കൂടുതൽ പവറുള്ളവനാവും. അപ്പൊ അവൻ കൂടുതൽ സമ്പാദിക്കാൻ ശ്രമിക്കും. അങ്ങനെ സമ്പാദിക്കാൻ ശ്രമിക്കുമ്പോ അതിനുള്ള എളുപ്പമാർഗങ്ങളിൽ ഒന്നാണ് ഇതുപോലെയുള്ള മാർഗങ്ങൾ. അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് ഞാനും അല്ലെങ്കിൽ എന്റെ വീട്ടിൽ അച്ഛനും അമ്മയും ചേർന്ന് വാങ്ങിക്കൊടുത്തതല്ലാത്ത 4 ഡ്രസ് ഇവൻ എവിടുന്ന് കിട്ടി എന്ന് പലപ്പോഴും നമ്മൾ അന്വേഷിക്കാൻ പോകാറില്ല. അവനവന്റെ സുഹൃത്തുക്കൾ കൊടുത്തതാണ്, അവനവന്റെ പരിചയക്കാർ കൊടുത്തതാണ്. വെറുതെ പരിചയക്കാർ കൊടുക്കില്ല എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കാതെ വരുന്നു. ഇങ്ങനെ വിപണന ശൃംഖലയുടെ ഭാഗമായതിനു ശേഷം പിന്നീട് അവന് എല്ലാ ദിവസവും കൊണ്ടുപോയി കൊടുക്കുന്ന സാധനം ഒരു ദിവസം ഒന്ന് രുചിച്ചു നോക്കിയാലോ എന്നുള്ള ആ പ്രായത്തിൻ്റെതായിട്ടുള്ള ഒരു പ്രത്യേക താല്പര്യം, അതിനെ ഒരു സാഹസിക ബുദ്ധി എന്നോ അല്ലെങ്കിൽ പുതുമ അന്വേഷിക്കുന്ന രീതി എന്നോ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. അതിൽ നിന്നാണ് ഈ ലഹരിയുടെ ഉപഭോഗത്തിന്റെ തുടക്കം കുറിക്കുന്നത്. പലപ്പോഴും നമ്മുടെ സാമൂഹ്യ സംഘടനകൾക്ക്, നമ്മുടെ റെസിഡൻസ് അസോസിയേഷനുകൾ, ഇവിടെ ഫാദർ ഉൾപ്പെടെയുണ്ട്, വിവിധ സാമൂഹ്യ സംഘടനകൾ, ഈ സംഘടനകൾക്ക് വലിയൊരു പങ്ക് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ചെറുക്കുന്നതിലുണ്ട്. കാരണം നമ്മുടെ പലപ്പോഴും പല വീടുകളിലും അച്ഛനമ്മമാർക്ക് അറിയാത്തത് കൊണ്ടല്ല ഇങ്ങനെ മകൻ അല്പം വഴിതെറ്റിയാണ് പോകുന്നത്. പക്ഷെ അറിഞ്ഞതിന് ശേഷം എങ്ങനെ അവനെ തിരുത്തണം, അവനെ ശാസിച്ചാൽ അവൻ തിരുത്തലിന് വിധേയമാകുമോ, അവനെ ഗുണദോഷിച്ചാൽ തിരുത്തലിന് വിധേയമാകുമോ, അവനെ സ്നേഹത്തിലൂടെയാണോ അവന്റെ വഴി തിരുത്തേണ്ടത് എന്നുള്ള ഒരു ആശയക്കുഴപ്പത്തിലാണ് പലപ്പോഴും അച്ഛനമ്മമാർ. ആ അച്ഛനമ്മമാർക്ക് സഹായകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ സാമൂഹ്യ സംഘടനകളുടെ ഭാഗത്ത് നിന്ന് വിദഗ്ധന്മാരുടെ സഹായത്തോടുകൂടി ഇതിനുള്ള പരിഹാരം കണ്ടെത്താനുള്ള ശ്രമം ഉണ്ടാകുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയുക. അതുകൊണ്ട് അച്ഛനമ്മമാർ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ, ശ്രദ്ധയിൽപ്പെടുമ്പോൾ വിദഗ്ധന്മാരുടെ സഹായത്തോടുകൂടി ഇതിന് പരിഹാരം കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടാവുക
തുടങ്ങുക എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം കുട്ടികളെ ഈ വിപണന ശൃംഖലയുടെ ഭാഗമാക്കുന്ന ഈ വിപണന ശൃംഖലയെ നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് മയക്കുമരുന്ന് കൈവശം വെക്കുന്നവനെ പിടിക്കും. ശ്രീലക മേഡം ഇവിടെയുണ്ട്. കൈവശം പിടിക്കുന്നവനെ പിടിക്കുള്ളൂ. ഇത് എങ്ങനെ അവന്റെ കയ്യിലെത്തി, ഇതിന്റെ സോഴ്സ് എവിടെയാണ്, ആ സോഴ്സിനെ കുറിച്ചിട്ടുള്ള അന്വേഷണം നമ്മുടെ അന്വേഷണ ഏജൻസികളുടെ ഭാഗത്ത് നിന്ന് പൊതുവെ ഉണ്ടാകാറില്ല. അതുകൊണ്ട് ഈ മയക്കുമരുന്നിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള നിലപാട്, ശക്തമായിട്ടുള്ള സമീപനം, ശക്തമായിട്ടുള്ള നടപടികൾ ഉണ്ടാകണമെങ്കിൽ ഈ വിപണന ശൃംഖലയുടെ കണ്ടെത്താനും തകർക്കാനും അതിനുത്തരവാദികളായിട്ടുള്ള ആളുകൾക്ക് കർശനമായിട്ടുള്ള ശിക്ഷ നൽകാനും ഉള്ള നിയമപരമായിട്ടുള്ള ഭേദഗതി ഉൾപ്പെടെയുള്ളത് ആവശ്യമായിട്ടുള്ള ഒരു സാഹചര്യം, ആ സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവനെയും കൈവശം വെക്കുന്നവനെയും മാത്രം ശിക്ഷിക്കുന്നതിന് പകരം മയക്കുമരുന്നിന്റെ വിപണന ശൃംഖലയുടെ ഭാഗമായിട്ടുള്ള ആളുകളെ, മയക്കുമരുന്നിന്റെ വിപണന ശൃംഖലയ്ക്ക് നേതൃത്വം നൽകുന്നവരെ, മയക്കുമരുന്നിന്റെ സോഴ്സ് കണ്ടെത്തിക്കൊണ്ട് അങ്ങനെയുള്ള ആളുകളെ കണ്ടെത്താനും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാനും വേണ്ടിയിട്ടുള്ള പരിശ്രമം, അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ, ആ നടപടികൾക്ക് കൂടി തുടക്കം കുറിക്കുമ്പോൾ മാത്രമേ ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കുകയുള്ളൂ. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ബഹുമാന്യനായിട്ടുള്ള പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ തുടങ്ങിയിട്ടുള്ളത് എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.